മാന്യപ്രേക്ഷകരെ, നാടകത്തിന് മുമ്പ് ആമുഖമായി രണ്ട് വാക്ക്. ബേപ്പൂരിലെ ഉറുവേല റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിനായി റെസിഡൻസ് അസോസിയേഷനിലെ കലാകാരന്മാർ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഈ നാടകം. അതിനുശേഷം രണ്ടാമത്തെ വേദിയാണ് ഇത്. ആ അർത്ഥത്തിൽ ഈ നാടകം കാണണമെന്ന് മാന്യപ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ നാടകം കളിക്കാൻ വേദി ഒരുക്കിത്തന്ന വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ കമ്മിറ്റി സംഘാടക സമിതിയോട് ഞങ്ങളുടെ അകമഴിഞ്ഞ കൃതജ്ഞത അറിയിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധാപൂർവമായ വീക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു.
നാടകം പൊക്കൻ. അതെ ഇത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകാം നാളെ കളിക്കാം ചക്കര കളിക്കാം എന്നെ മുടിപ്പിക്കാനല്ലോ പാടുകൾ എനിക്ക് നിൽക്കാൻ നേരമില്ല ഈ പണിക്ക് പോകാനാണ്. അത് ശരി, പണി കിട്ടിയ കാരണം ഞാൻ നോക്കി പറഞ്ഞാൽ എന്തുകൊണ്ട് എല്ലാ കുരുത്തം കഥ ചക്കല്ലേ എങ്ങനെ എന്താ അത് തീരുമാനിച്ചോളി. പിന്നെ ഓനിക്ക് പണി എന്നറിയണക്ക് ഞാന് സൈക്കിളിന്റെ ഉള്ള പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇങ്ങനെ പോവുക. പോകുമ്പോ ബൈക്കിന് പറയാനുള്ളൂ, ഞാനും സൈക്കിളും കൂടി ഉരുണ്ട് മറിഞ്ഞ് വീഴുന്നു. പക്ഷെ ആദ്യം ഞാൻ അത്ര കാര്യമാക്കില്ല. പിന്നെ നമ്മുടെ ഗോപാലേട്ടന്റെ ചായപ്പീടിയന്റെ അടുത്തിങ്ങനെ എത്തിയിട്ടുള്ളൂ. അതൊക്കെ ഇടക്കിടെ ഞാനും സൈക്കിളും കൂടി ഇന്നാലും ഇത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, അത്രയും വിചാരിച്ചില്ല. ഇവിടെ ചെക്കന്റെ വൈക്കല ഓടിയതാ ഓടണ്ടെന്ന് പറഞ്ഞ കിടക്കുന്നു. ഇതിനെ കൊണ്ട് ഞാൻ കുടിക്കരുത് പോവാ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ പഠിക്കുക. ആയിക്കോട്ടെ. അല്ല, അത് മെമ്പറല്ലേ പറയണത്, അത് ശരിയാക്കി തരാന്ന് ഞാൻ പറഞ്ഞില്ലേ. ആയിക്കോട്ടെ, അടുത്ത ബോർഡ് മീറ്റിംഗിന് ഞാൻ തരാം. ബോർഡ് മീറ്റിംഗ് ആരത് കുഞ്ഞുമാലോ? ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ജോലി തെക്കൊണ്ടല്ലേ ആട്ടെ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ അത് പറയും. ആ പൊക്കെ അങ്ങനെ ഉണ്ടായോ? അത് ഞാനാണ് കുഞ്ഞുമാറ്റി അതൊന്നും പറഞ്ഞ് നാറ്റിക്കല്ലേ ഇവിടെ. ആട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ അത് പറയും. ആ കുരുത്തം കേട്ട ചേച്ചനെ തന്നെയാ ഞാൻ നോക്കി നടക്കുന്നത്. അറിയോ നിങ്ങള്? ഇത് കണ്ടില്ല നിങ്ങള്? അതെന്താണോ വന്നത്? വെള്ളമൊക്കെ വരും, വെള്ളമൊക്കെ വരും. അല്ല, നിനക്കറിയില്ലേ ഞാനും അച്ഛനും കൂടെ രാപ്പറില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കപ്പ കൃഷിയാണത്. അത് പിന്നെ എനിക്കറിയില്ല. പിന്നെ ആ കുരുത്ത കടിച്ചക്കൻ അവിടെ എല്ലാം അപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഒരു മൂട് കപ്പ മാതാ വന്നതാ, കാല് നിറയെ അപ്പിയായി. എന്നിട്ട് അവിടെ മുഴുവൻ കേറ്റിയത്. അല്ല, നീ വലിയ മെമ്പറല്ലേ, ആ ചെക്കനക്ക് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനൊരു വഴി. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് ഞാനൊരു പ്രമേയം എഴുതിയിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കാം. എന്തേ? അന്റെ ഒരു പ്രമേയം എന്നിട്ട് വേണം 5 കൊല്ലം കഴിഞ്ഞ് തീരുമാനം ഉണ്ടാക്കാൻ. നീ എങ്ങനെയാ മെമ്പർ ആയതെന്നൊക്കെ എനിക്കറിയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട.
ഞാനില്ല അച്ഛനും കൂടെ കൂട്ടിട്ട് ആ ചെക്കനിട്ട് എന്താ ചെയ്യാൻ പറ്റും നോക്കട്ടെ. പഞ്ചായത്തിന്റെ ഒന്ന് എടുത്തത് പോയി കപ്പിന് കാര്യമൊന്നായിരിക്കും. ഇവിടെ തേച്ചതും പോലെ ഇപ്പൊ അവിടെയും പോയി ചെയ്യും. ഒന്ന് മിണ്ടാടി ഇന്നോട് നിങ്ങൾക്ക് അത് നന്നാവുക. കുടുംബസ്വന്തം തന്നെ പഞ്ചായത്തിൻ്റെ ഭദ്രകാളിന്റെ അവതാരം തന്നെ ഭദ്രകാളി. നമ്മുടെ കളി ഒരു ഭാഗം പഠിപ്പിക്കുക. അല്ല മെമ്പറെ, നിങ്ങൾ ആ ചക്കനെ കണ്ടു? എന്താ അവന്റെ പേര്? പൊക്കൻ. നമ്മോളവണി നാമ ആരാണെന്ന വിചാരം? നാമേ ആ കാഞ്ഞരമാല തമ്പുരാന്റെ കാര്യസ്ഥല. നമ്മോട് വെച്ചാൽ ആ പണി പഠിപ്പിക്കും. അവനെന്റെ കയ്യിൽ കിട്ടും.
കുഞ്ഞിമാളോ ഓ ഈ മറന്നില്ലേ എന്തേ നീ കിടക്കാവാമല്ലേ എനിക്ക് നേർച്ച ചുരുക്കാൻ ഈ മറന്നില്ലേ കുഞ്ഞിമാളോ അത് ഞാൻ മറക്കോ പോൽപ്പെട്ട അതിനല്ലേ ഈ ചപ്പനെ കൊണ്ടുവന്നേ ചക്കപ്പുരുവിനെ കൂട്ടാനും ചക്കക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടാ അതെനിക്ക് അറിയാലോ എന്നാലേ ഈ കുന്നുമൂല ശാരദാന്റെ അടുത്ത് പോയിട്ട് ഒരു 2 കുപ്പി റാക്കും കൂടെ മേടിച്ചോ എന്തേ രണ്ടും കൂടി നിർത്താനായില്ലേ ഞാൻ പുറപ്പെട്ട എന്നാലും ഞാൻ ആഗ്രഹല്ലേ ഞാൻ തന്നെ ചാരട്ടിനെ വിട്ടു പോയി വരാട്ടോ പറ്റിച്ചേ 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 അയ്യോ എന്റെ തമ്പി തവയില വരുന്നേ എന്തൊരു ക്രാഫ്റ്റായി കൊണ്ട് കെട്ടിച്ചിട്ടുള്ളൂ എങ്ങനെ 10 രൂപ 350 രൂപ വൈദ്യുതി വേണ്ടി കൊടുത്ത് മരുന്നിന് കാശ് മാറി ഇതൊക്കെ ഞാനെങ്ങനെ ഉണ്ടാക്കും നിനക്കല്ലേ അറിയാ അതിനൊക്കെ എന്താടി എന്നെ ചക്ക പൊക്കം കയറുന്നില്ല എത്ര കാശ് അറിയാ ഒരു കാര്യം ഓർമ്മ നിന്റെ 15 സെന്റ് സ്ഥലം പരേടും എന്റെ പേര് എഴുതി തരാന്ന് പറഞ്ഞോണ്ട ഈ മുടക്കാച്ചറക്കായ നിന്നെ എന്റെ തലയിൽ വെച്ച് കെട്ടിയത് ആ കാര്യം മറക്കരുത് അതിന് അച്ചക്ക് അല്ലെന്ത് കുമാര എനിക്ക് ഏത് നേരം എന്റെ വയറ്റിൽ നടക്കുന്ന പണിയുള്ളൂ എനിക്ക് പഞ്ചായത്തിലൊരു പണിയില്ലേ മെമ്പർ അത്ര മെമ്പർ അത് കണ്ടോ ഓന്റെ വർത്താനം കേട്ടാ വിചാരിക്ക് ഞാൻ ഓനോട് വല്ലതും ചോദിക്കാൻ വന്നാൽ എന്ത്? നമ്മൾ തമ്മിൽ ഇടപാട് ബാക്കിയില്ല എന്ത്? പറയട്ടെ. എന്ത്? എനിക്ക് ഇടപാടില്ല അതുകൊണ്ട് എടുക്കാൻ മതി വീടിന്റെ പണി പകുതി കിടക്കുക പൈസ ആദ്യ കാലം ഇങ്ങോട്ട് വാ എന്റെ നിന്റെ വീടിന്റെ പണി വരിയാൻ കാലത്ത് അറിയാനല്ലേ കാലത്ത് എനിക്ക് പറ്റിയ പൈസ ഇങ്ങനെയില്ല നമ്മളെ അമ്മായിയുടെ പരിപാടിയാണത് അങ്ങനെയും കൂടി പോകുന്നില്ലേടോ എന്ത് കാര്യം തലയാട്ടുന്നത് നീ ഉദ്ദേശം ഒന്നല്ല അല്ലെ അടിച്ചിട്ട് കാച്ചക്കരോടെ ഒറ്റ പിടിക്കും തോരിപ്പടി പക്ഷെ അല്ലെങ്കിൽ പണികൾ നേരെ കൂടിക്കോ ഇത് കണ്ടില്ലേ ആ പൂനൂര് പോയെന്ന് മണല് വരുന്ന ചെക്കന്മാര് കഴിച്ചിലാക്കി കിട്ടിയ പൈസ അതിന്റെ മുക്കാ വാങ്ങുകൊണ്ടോയി നാട്ടി ഇങ്ങനെയൊക്കെ ആണെച്ചാല് ഈ മെമ്പർമാർ എങ്ങനെയാ ജീവിക്കുക കാണാൻ പാടില്ലാത്തൊക്കെയാ ഈ പൊക്കം കാണുന്നത് മെമ്പറും ഇന്റെ തന്തപ്പിടിയും തമ്മിൽ എന്തോ ഉണ്ട് അവ പിന്നി വന്നോ സാധനം ഞാനും കൊടുക്കാട്ടെ ആകാരത്തിന് വേണ്ടി
പൊട്ടിക്കാൻ പറ്റിയ ഇനി പൊട്ടിക്കൂല പറ്റിയ ചക്ക മുറിക്കുമ്പോ ചക്കന്റെ ഉള്ളിൽ ഒരു ചോള ഉണ്ടാവില്ല. അത് മാത്രല്ല നിങ്ങൾ ചക്ക മുറിക്കുമ്പോ നിങ്ങളെ കയ്യ മുറിയോ കയ്യ മുറിയോ നിങ്ങളെ കയ്യ മുറിയോ ചക്കന്റെ ചോള ഉണ്ടാവും. കയ്യ മുറിയോ ചോള ഉണ്ടാവില്ല. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊടുപ്പ് ഓരെന്തോ വലിയ കഴിവുണ്ട് കുമാരാ. ഞാൻ പറയുന്നേ കണക്ക് കേൾക്കണോ? ഓ പറയാ നിങ്ങളെ ചക്ക മുറിക്കുമ്പോ ചക്കയിൽ ഒരു ഒറ്റ ചോള ഉണ്ടാവൂലെന്ന് കണ്ട ചോളഞ്ഞ കുഞ്ഞുമാച്ചേ ഇതെന്താ ചോളഞ്ഞ ചക്കയോ? ഇത് എന്ത് ചക്കയത്? അതാ ഞാൻ പറഞ്ഞേ ഓരെന്തോ കഴിവുണ്ട് കുമാര. അത് മാത്രല്ല ഈ ചക്ക മുറിക്കുമ്പോ നിങ്ങളെ കൈ കൂടി മുറിയെന്നോ പറഞ്ഞേ. നിന്റെ കൈയ്യാട്ടോ. അയ്യോ കുഞ്ഞുമാച്ചേ ഇതെന്താ? ഞാനത് പറഞ്ഞേ. ശരിയാ അവനെന്തോ ഒരു കഴിവുണ്ട്. ഉണ്ട് കുമാരാ ഉണ്ട്. അന്ന് ഞാൻ പോകുമ്പോ എന്റെ കാല് പ്രഭാര നമ്മളെ പൊക്കണ്ടല്ലോ, ആ പൊക്കൻ എന്തോ ഒരു സിദ്ധി ഉണ്ട് കേട്ടോ, ഭയങ്കര സിദ്ധി ഉണ്ട്. നമ്മളെ കുഞ്ഞുമാറ്റിന്റെ കയ്യ മുറിയെന്ന് പറഞ്ഞ അച്ചിട്ട മാരി മുറിഞ്ഞു. അതെ അന്ന് ഞാൻ വീണില്ലേ സൈക്കിളിൽ വന്ന് അതേമാതിരി തന്നെ ഞാനിത് ബാക്കി പൊക്കം ഒന്ന് പറഞ്ഞേ. ഞാൻ ഇത്ര വിശ്വസിച്ചില്ലേ? ആ ചെക്കനെ കരുതാക്കല്ല കൊണ്ടാക്ക. അതെ കൊണ്ടാക്ക. ഷൈനി കേൾക്കാമോ? ഷൈനി പെരിങ്ങോട്ടുകര പഞ്ചായത്തില്
ഇത് ഒരു അത്ഭുത സിദ്ധിയുള്ള ബാലനെ കുറിച്ചാണല്ലോ ഇന്നത്തെ ദിവസത്തെ സംസാരം മുഴുവൻ. എന്താണ് അവിടെ നടന്നത്? ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാമോ? രാജേഷ്, ഞാനിപ്പോൾ പെരിങ്ങോട്ടുകര പഞ്ചായത്തിലെ 18ാം വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 30 വയസ്സായ ഒരു യുവാവ്, അവൻ പറയുന്നതെല്ലാം സത്യമാവുന്നു രാജേഷ്. ശനി, എങ്ങനെയാണ് ഇയാൾക്ക് ഈ സിദ്ധി കൈവരിച്ചത്? ആരാണ് ആദ്യം ഇത് തിരിച്ചറിഞ്ഞത്? ഒന്ന് പറയാമോ? തീർച്ചയായും രാജേഷ്, പെരിങ്ങോട്ടുകര പഞ്ചായത്തിലെ സാധാരണക്കാരനായ ഒരു യുവാവായിരുന്നു പൊക്കൻ. പൊക്കൻ പറയുന്നതെല്ലാം സത്യമായി കൊണ്ടിരിക്കുകയാണ്. പൊക്കന് 30 വയസ്സാണ് പ്രായമെങ്കിലും കുട്ടികളോടുമൊത്താണ് പൊക്കൻ കളിക്കാറുള്ളതും സഹവസിക്കുന്നതും. പൊക്കൻ വളരെ കുട്ടികളും കൂടിയ ഒരു സ്വഭാവമായിരുന്നു. പൊക്കന്റെ ചെയ്തികൾ വികൃതികളും നാട്ടുകാർക്ക് ശല്യമായതോടുകൂടി അവരവനെ ഉപദ്രവിക്കാനും അടിക്കാനും തുടങ്ങി. അതിലവൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അവൻ സങ്കടപ്പെട്ട് കരയുന്ന സമയങ്ങളിൽ ചില പ്രാക്കിടുകയും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പ്രാക്കുകളിൽ പറയുന്ന വാക്കുകൾ അഥവാ വചനങ്ങൾ അത് സത്യമായി ഭവിക്കുകയും ചെയ്തു രാജേഷ്. ഷൈനി, ഇതുപോലുള്ള പല തട്ടിപ്പ് കഥകളും നമ്മൾ ദിവസേന കേൾക്കുന്നതാണല്ലോ. ഇതിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഇതൊരു കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായി നമുക്ക് തള്ളിക്കളയാമോ? ഇല്ല രാജേഷ്, തീർച്ചയായും ഇതിന് ദൃക്സാക്ഷികളുണ്ട്. ഇവിടെ കോഴിക്കോട് പഞ്ചായത്തിലെ 18ാം വാർഡ് മെമ്പറായ ശ്രീ കുമാരന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരിയായിട്ടുള്ള കുഞ്ഞുമാളു എന്ന സ്ത്രീക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുമാളു ചക്കയുമായി വരുന്ന വഴിക്ക് പൊക്കനുമായി വഴപ്പെടുകയും അതിനെ തുടർന്ന് കുഞ്ഞുമാളിന്റെ കൈ മുറിയുമെന്നും ആ ചക്കയിൽ ഒരു ചുള പോലും ഉണ്ടാവില്ല എന്നും പൊക്കൻ പറഞ്ഞത് സത്യമായിരിക്കുന്നു രാജേഷ്. ഈ ഷൈനി, എന്താണ് സംഭവ സ്ഥലത്തെ ഇപ്പോഴത്തെ ഒരു ചിത്രം? ആളുകളെല്ലാം അവിടെ നിന്ന് കൂട്ടം കൂടിയിരിക്കുക തന്നെയാണോ, അതോ ഒഴിഞ്ഞു പോയോ എന്നൊന്ന് പ്രേക്ഷകരോട് പറയാമോ? രാജേഷ്, ഞങ്ങൾക്കിപ്പോ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞു കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല ആളുകൾ വളരെ തിക്കോട് കൂടി ഇവിടെ വന്നു ചേരുകയാണ്. ഇവിടെ ആളുകൾ ഇവിടെ നിന്ന് പ്രാർത്ഥന ചെയ്യുകയും അതോടൊപ്പം തന്നെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുകയാണ് രാജേഷ്. ഈ ഷൈനി, വിവരങ്ങൾ നൽകിയതിന് വളരെയധികം നന്ദി. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും വിളിക്കാം. ഓക്കെ രാജേഷ്, നന്ദി. ഒരുവരെ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ക്യാൽക്കാറ്റിനൊപ്പം ഷൈനി. ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയേ? ദേഷ്യം വന്നപ്പോ ഞാൻ വായ തോന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാ. ഒരു വിചാരിച്ച് ഞാൻ പറയുന്നൊക്കെ സത്യമാണ്. ഞാനൊരു സംഭവമാണ്. അയ്യോ, ഈ മനുഷ്യന്മാരൊരു കാര്യം.
അവനോട് കൂടി ഇത് പറയട്ടെ. ആരോട് പറയാതിരിക്കുന്ന സമാധാനല്ലേ? അയ്യോ പാവം തമ്പുരാട്ടി. തമ്പുരാട്ടി, അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സംശയമുള്ള ആൾക്കാരെ കസ്റ്റഡി എടുത്തു തമ്പുരാട്ടിയെ. കാഞ്ചനമാല തമ്പുരാട്ടിയുടെ 10 പവന്റെ മാല മോഷ്ടിച്ച് കള്ളനെ പിടിക്കാൻ കള്ളൻ പോലീസിലായോ? തമ്പുരാട്ടി, തമ്പുരാട്ടിയുടെ മാല എങ്ങനെയായാലും ഈ കാണാരൻ പോലീസ് പിടിച്ചിരിക്കും. ഒന്നില്ലെങ്കിലും തമ്പുരാട്ടിയുടെ ഉപ്പും ചോറും നിന്ന് വളർന്നവരല്ലേ ഈ കാണാരൻ. ഉപ്പും ചോറും മാത്രമല്ല, എച്ചിലും. അസംഭവ്യം, അസംഭവ്യം. ഇത്രയും നീചമായൊരു പ്രവൃത്തി ഈ പെരുങ്ങോട്ടുകര പഞ്ചായത്തിൽ നടക്കുകയോ? അതും കുമാരൻ മെമ്പറായ ഈ വാർഡിൽ? മതി, അധിക പ്രസംഗം. നിങ്ങളെ കൊണ്ടൊന്നും ഒരു വകയ്ക്കും കൊള്ളില്ല. ദിവസം 10 കഴിഞ്ഞില്ലേ എന്റെ മാല പോയിട്ട്? എന്നിട്ട് എന്തായി? ഇനി ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഇവിടെ പൊക്കൻ. ആ പൊക്കൻ തന്നെ. പോലീസിന് ചെയ്യാൻ കഴിയാത്തത് പൊക്കൻ ചെയ്യും. പൊക്കന് ജ്ഞാനദൃഷ്ടിയുള്ള വിവരം നിങ്ങൾക്കറിയില്ലേ? പൊക്കൻ പറയുന്നതെല്ലാം സത്യമാകുമെന്നുള്ളത് നാട്ടിൽ പാട്ടല്ലേ? ഇനി കാഞ്ചനമാല തമ്പുരാട്ടിയുടെ 10 പവന്റെ മാല മോഷ്ടിച്ചത് ആരാണെന്ന് പൊക്കൻ പ്രവചിക്കട്ടെ. വിളിക്കൂ പൊക്കനെ. വരൂ പൊക്ക, പറയൂ പൊക്ക. എന്റെ മാല മോഷ്ടിച്ചത് ആരാണെന്ന് പറയൂ പൊക്ക. പറയൂ, പറയൂ. അത് ഞാനെങ്കിലും പറയല്ലേ തമ്പുരാട്ടിയെ? തമ്പുരാട്ടി, പൊക്കന് ഇപ്പൊ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവന്റെ ജ്ഞാനദൃഷ്ടി തെളിഞ്ഞു വരണ്ടേ? അപ്പൊ 2-3 ദിവസം കഴിഞ്ഞാൽ അവൻ പറയും. അല്ല പൊക്ക, 2-3 ദിവസം കഴിഞ്ഞാൽ നീ പറയും. ആയിക്കോളൂ, 2-4 ദിവസം എടുത്തോളൂ. എന്റെ മാല മോഷ്ടിച്ചത് ആരാണെന്ന് നീ തന്നെ പ്രവചിക്കണം. നിന്റെ പ്രവചനം സത്യമാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതെ അതെ, അത് തന്നെയാണ് എന്റെ വിശ്വാസം. തമ്പുരാട്ടി പറഞ്ഞിട്ടില്ലേ, ബാലവർഷത്തിനായാലും നീ തന്നെ പറയണം. തമ്പുരാട്ടി, കാഞ്ചനമാല തമ്പുരാട്ടിന്റെ മാല കഥതാരാണെന്ന് ഞാനെങ്ങനെയാ പറയാ? എനിക്കതിന് കഴിയോ?
കൊണ്ടാവില്ല. കാഞ്ചനമാല തമ്പുരാട്ടിയുടെ മാല മോഷ്ടിച്ചത് ആരാണെന്ന് നീ പറയരുത് പൊക്കാം. ആരാ? പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരാണ്? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി പോകാം. അമ്പല കമ്മിറ്റിയിലേക്ക് തമ്പുരാട്ടിയെ ക്ഷണിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ പോയത്. തമ്പുരാട്ടി കുളിമുറിയിലായിരുന്നു. 10 പവന്റെ മാല മേശപ്പുറത്തും വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുമ്പോൾ എന്റെ ആ പഴയ സ്വഭാവം ഞാൻ അറിയാതെ എടുത്തുപോയി. സത്യമായിട്ടും അറിയാതെ എടുത്തുപോയതാ. നീ ഇത് ആരോടും പറയരുത്. പറഞ്ഞാൽ എന്റെ പഞ്ചായത്തിലെ ഭരണം തന്നെ പോകും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കുമാരേട്ടാ, നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് അറിഞ്ഞാല് എനിക്കും വിഷമാവും. നിങ്ങൾക്ക് അറിയില്ലേ? ഇമ്പക്ക് എന്തേ വഴി ഉണ്ടാക്കാന്ന്? എന്താ ഉണ്ടാക്കാം? പറയണോ? തമ്പുരാട്ടിന്റെ കാണാതായ മാല തമ്പുരാട്ടിന്റെ കുളിമുറിന്റെ പുറകുവശത്തെ ആ കർമ്മസമറില്ലേ, അതിന്റെ ചോട്ട് കൊണ്ടിട്ടേക്ക്. എന്നിട്ട് അപ്പൊ കുമാരേട്ടൻ കഴിച്ചിലാവും ചെയ്യും. ഞാൻ പറഞ്ഞത് സത്യമാവും ചെയ്യും. ആരാടാ പറഞ്ഞത് നീ പൊട്ടനാണെന്ന്? എന്നെ പൊട്ട.
വരും ഒക്കെ അവിടെ ഒന്നും കാണില്ല. വരും വരും, ഞാൻ നോക്കി അവിടെ പോയി. തമ്പുരാട്ടി, തമ്പുരാട്ടി, ഒക്കെ വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. തമ്പുരാട്ടിയെ, തമ്പുരാട്ടിയെ, പൊക്കം വരുന്നേ. തമ്പുരാട്ടിയെ. വാ, പൊക്കം വാ. തമ്പുരാട്ടിയെ, വാ. വാ 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 വാ. വരൂ. വരൂ വരൂ. ഇരിക്കൂ മക്ക, ഇരിക്കൂ. ഇരിക്കൂ പൊക്ക. ഇരിക്കണോ? അങ്ങനെ ഇരിക്കൂ പൊക്ക. പ്രവചിക്ക്. പറഞ്ഞോളൂ. ഹായ്, നല്ല മണം. പറയൂ. പ്രവചിച്ചൂടാ അങ്ങോട്ട്. തമ്പുരാട്ടി, പ്രവചനം വരുന്നുണ്ട്, പ്രവചനം വരുന്നുണ്ട്. തമ്പുരാട്ടിന്റെ കാണാതായ മാല തമ്പുരാട്ടിന്റെ കുളിമുറിന്റെ പരവശത്തിൽ ഒരു കർമ്മസമരത്തിയെ ആ കർമ്മസമരത്തിന്റെ ചോട്ടിലുണ്ട് തമ്പുരാട്ടിന്റെ കാണാതായ മാല. പോയി നോക്ക്. അതാ പോയി, അതാ പോയി. പൊക്ക, പൊക്ക. പൊക്ക. തമ്പുരാട്ടിയെ, തമ്പുരാട്ടിയെ, കിട്ടിയോ? കർമ്മസമരത്തിന്റെ ചോട്ടിൽ ഒന്നും ആളില്ല. എല്ലായിടത്തും നോക്കിയോ? എല്ലായിടത്തും നോക്കി, എവിടെയില്ല. അപ്പോ അപ്പോ പൊക്കന്റെ പ്രവചനം പിഴച്ചു അല്ലേ കുഞ്ഞുമാളു? ഇല്ല തമ്പുരാട്ടിയെ, അതൊരിക്കലും പിഴയ്ക്കൂല തമ്പുരാട്ടിയെ. പിഴയ്ക്കൂല. ഇല്ല, പിഴയ്ക്കൂല തമ്പുരാട്ടി. മിണ്ടരുത്. പൊയ്ക്കൊള്ളും ഇവിടുന്ന്. മേലിൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. തമ്പുരാട്ടി, തമ്പുരാട്ടി മണ്ണു കേട്ടില്ലേ? പോ, പോ, എവിടെയും കാണുന്നില്ല. അയ്യോ, തമ്പുരാട്ടിയുടെ 10 പവന്റെ മാല ഞാൻ കുളിമുറിയുടെ പിന്നിൽ കൊണ്ടിട്ടതാണല്ലോ. പിന്നെ അതിനെന്ത് സംഭവിച്ചു? ഒരുപക്ഷെ ആ ചെക്കൻ, ആ പൊക്കൻ എന്നെ പറ്റിച്ചതാണോ? അങ്ങനെയെങ്കിൽ അവനെ ഞാൻ വിടില്ല, വിടില്ല. മെമ്പറ് മാല എവിടെ? അതെങ്ങനെയാണ് എനിക്കറിയാം. ഇന്ന് കേട്ടതും ഇന്നും കേട്ടതും നീ തന്നെ. കട്ടതിൽ പാതി തനിക്കും തന്നിട്ടില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിച്ചിരുന്നത്. സത്യമായും സത്യമായും ഞാൻ ആ മാല എടുത്തില്ല. ആ മാല ഞാൻ അവിടെ കൊണ്ടിട്ടതാ. ആ ചെക്കൻ പൊക്കൻ നമ്മളെ ചതിച്ചതാ. എങ്കിൽ അവനെ ഞാൻ വിടില്ല, അവനെ ഞാൻ വിടില്ല. ശരിയാ, എനിക്കും അവനെ തന്നെ വേണം. അവന്റെ 15 സെന്റ് സ്ഥലം ആ പുരയിടം എന്റെ പേരിലാക്കണം മെമ്പറേ. അങ്ങനെയെങ്കിൽ
അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ശരിയാ, അവനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ ഓടിക്കണം. ഓടിക്കണം. എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ല. എന്നെ രക്ഷിച്ചത് എടാ, എവിടെയാ മാല? എവിടെ? അവർ നമുക്ക് മൂന്നൂർ പുഴയിലേക്ക് വലിച്ചെടുക്കാം. പിടിക്കേ എല്ലായിടത്തും പുകയ്ക്കുക. എന്താ ഇത് കുഞ്ഞുമോളു? അതിനെ കൊണ്ടേ കളയ. തമ്പുരാട്ടി പറഞ്ഞു കേട്ടില്ലേ? കൊണ്ടേ കളയൂ. ഇതിനെ ഞാൻ കളയാനോ? നിന്നെ കൊന്നാലും ഞാൻ കളയൂല. എന്താ സംബന്ധമാണ് ഈ പറയുന്നത്? കൊണ്ടേ കളയില്ലേ? തമ്പുരാട്ടി, ഇതിന്റെ തൊള്ളയിലേക്കൊന്ന് നോക്ക് തമ്പുരാട്ടി. ഇതെന്റെ ഇത് എന്റെ അതൊരിക്കലും പേക്കൂലാതെ. അന്ന് പൊക്ക പറഞ്ഞ മാതിരി മാല കുളിമുറിന്റെ വേഗത്തോ. അതാ ഞാൻ പറഞ്ഞേ, ഓനെന്തോ വലിയ കഴിവുണ്ട് തമ്പുരാട്ടി. അത് തവള വീങ്ങിയത് പൊക്കന്റെ കൊയപ്പാ അല്ല. ആ തവള ചത്തച്ചിന്ന് പറയുന്നത് പൊക്കന്റെ കൊയപ്പാ. അയ്യോ, അന്ന് തമ്പുരാട്ടി പറഞ്ഞിട്ടല്ലേ പൊക്ക നാട് വിട്ടു പോയത്. ഇപ്പൊ എവിടെയാണോ എന്താണോ ഒരു വിവരമില്ലല്ലോ. പൊക്കൻ ഇപ്പൊ എവിടെയുണ്ട് കുഞ്ഞുമാളു? ആർക്കറിയാം തമ്പുരാട്ടി, ഒരു വിവരമില്ല. എനിക്ക് എനിക്ക് എനിക്കിപ്പൊ കാണണം പൊക്കനെ.
എന്താ ചെയ്യാ തമ്പുരാട്ടി? എന്താ ചെയ്യാ? തമ്പുരാട്ടി, നമ്മുടെ പൊക്കൻ പൊക്കൻ നമ്മുടെ പൊക്കൻ ഇനി വരില്ല. പൊക്ക! മോനെ! വിഡ്ഢികൾ, വിഡ്ഢികൾ. നമ്മൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. സമ്മതിച്ചു മെമ്പറെ. ഇവറ്റിങ്ങളൊക്കെ എന്താ വിളിക്കേണ്ടത്? കഴുതകൾ, കഴുതകൾ. ഇനിയും നുണക്കഥകൾ മെലിഞ്ഞുകൊള്ളും മെമ്പറെ. തമ്പുരാട്ടി, ഇനി ഞാൻ എല്ലാം പറയും. പ്രവചനം പിഴച്ചതിന്റെ സങ്കടത്തിൽ നിങ്ങളെല്ലാവരും അവനെ കുറ്റപ്പെടുത്തുമെന്ന ഭയത്താൽ നമ്മുടെ പൊക്കൻ ഈ പാടവരമ്പിലൂടെ ഇന്നലെ രാത്രി ഓടിപ്പോയി തമ്പുരാട്ടി. എന്നിട്ട് ഓടുന്നതിനിടയിൽ അവനെ ചിറകുകൾ മുളച്ചു തമ്പുരാട്ടി. അതേ തമ്പുരാട്ടി, തുമ്പിയുടെ ചിറക് വൻ തുമ്പിയായി ആകാശത്തിലേക്ക് പറന്നുപോയി. അതെ, പറന്നു പോയി തമ്പുരാട്ടി.